2-3 ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ് ഹെൽമെറ്റ് ക്യാമറ ബാൻ ചെയ്തു. ഹെൽമെറ്റ് ക്യാമറ ബാൻ ചെയ്തതിനെതിരെ പലരും എതിർത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ബാൻ ചെയ്തത്? ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 90% കാര്യങ്ങളും ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലൊരു 10% അവർ പറയുന്ന കാര്യം അതൊരിക്കലും ഒരു ശരി എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇത് ന്യൂസ് ഓഫ് വീൽസ്, ആൽവിൻ വർഗീസ്. എല്ലാവർക്കും ഡോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറ്റവും ആദ്യം ഹെൽമെറ്റ് ക്യാമറ എന്ന് പറയുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു റൈഡ് പോകുമ്പോൾ അത് നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് എടുത്തു വെക്കാൻ, ഏതെങ്കിലും ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ അത് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഒരു തെളിവായിട്ട് നിൽക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ ചില വർക്കുകൾക്ക് ചിലവർക്ക് ഈ ഒരു ഹെൽമെറ്റ് ക്യാമറയിൽ വരുന്ന കണ്ടന്റ് അല്ലെങ്കിൽ അതിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സ്പെർട്ട് റൈഡർ എന്ന് പറയുന്ന എന്റെ പോസ്റ്റിൽ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഗോപ്രോ യൂസ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക, ചെറിയൊരു നമ്മൾ അതിനുശേഷം നമ്മുടെ ക്യൂരേഷൻ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോപ്രോ കണ്ടന്റ് അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറ കണ്ടന്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആക്ഷൻ ക്യാമറ. നമ്മുടെ കാറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറിലും ഇതുപോലുള്ള ക്യാമറാസ് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ബൈക്കിലാണെങ്കിലും വളരെയധികം നല്ലതാണ്. എപ്പോഴും ഒരു എന്താ പറയുക, ഒരു തേർഡ് ഐ എന്ന് പറയുന്ന രീതിയിൽ ആക്ഷൻ ക്യാമറാസ് യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ക്യാമറ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് കുറച്ചുകൂടി വെയിറ്റ് കൂടുന്നതാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്, ഹെൽമെറ്റ് ക്യാമറയിൽ യൂസ് ചെയ്യുന്ന ആക്ഷൻ ക്യാമറാസ് എന്ന് പറയുന്നത് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യം ചെറിയ രീതിയിൽ വെയിറ്റ് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹെൽമെറ്റ് ക്യാമറ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് എന്ന് പറയുന്നത് അത്രയും ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് അല്ല. ചെറിയ രീതിയിൽ ഒരു ഷെയ്ക്ക് ഒക്കെ ഉള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആ റൈഡർ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ വെയിറ്റ് ഒക്കെ വരാം. അപ്പോൾ MVD പറയുന്ന പോലെ ചെറിയ രീതിയിൽ ഷെയ്ക്കും അതുപോലെ തന്നെ എയറോഡൈനാമിക്കലി പ്രോബ്ലംസ് വരാം. നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ റോഡ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മോട്ടോർ സൈക്കിളിൽ യൂസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 70 km/h ആണ്. ആ ഒരു സ്പീഡിനുള്ളിലൊന്നും യാതൊരു പ്രശ്നവും വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. എന്നിരുന്നാലും നമുക്കറിയാം സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിലും ആക്സിഡന്റിന്റെ ആഘാതം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു 40 അല്ലെങ്കിൽ 20 km/h സ്പീഡിലാണെങ്കിൽ പോലും ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് എനി റൈഡിംഗ് ഗിയർ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നമുക്കുണ്ടാവുന്ന ഇമ്പാക്ട്, ബോഡിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് കൂടി നിൽക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ഓൺ ദ ആക്സിഡന്റ് ആണ്. ഇനി അതിന് MVD ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ രീതി എനിക്ക് ഇഷ്ടമായില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അവർ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്കിൾ ഷൂമേക്കർ എന്ന് പറയുന്ന F1 റേസർ, ലെജൻഡ് F1 റേസർ. എന്റെ ഹെൽമെറ്റുമൊക്കെ കാണാൻ നിങ്ങൾക്ക് മൈക്കിൾ ഷൂമേക്കറിന്റെ ഒരു സ്റ്റിക്കർ ഒക്കെ എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു F1 റേസർ ആണ്. ഈ MVD പറയുന്ന സമയത്ത് അതിനൊരു റെസ്പെക്ട് കൊടുത്തിട്ടൊന്നുമല്ല പറഞ്ഞത്. ഒരു കാർ റേസർ ആണെന്ന് പോലും പറഞ്ഞില്ല. ഒരു മനുഷ്യനുണ്ട് മൈക്കിൾ ഷൂമേക്കർ എന്ന് പറഞ്ഞിട്ട്, ഹെൽമെറ്റിൽ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഹെൽമെറ്റ് ക്യാമറയുടെ മൗണ്ടിങ് കാരണമാണ് അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി സംഭവിച്ചു എന്നുള്ളൊരു റീസൺ ആണ് MVD പറഞ്ഞത്. ഇപ്പൊ അടുത്താണ് അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളവര്. ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ബൈക്ക് ഓടിക്കുമ്പോഴോ കാർ ഓടിക്കുമ്പോഴോ അല്ല, അദ്ദേഹം സ്കൈയിങ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഐസ് സ്കൈയിങ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആക്സിഡന്റ് സംഭവിച്ച് അദ്ദേഹം ഒരു കല്ലിൽ അദ്ദേഹത്തിന് തലയിടിക്കുന്നു. തലയിടിച്ചിട്ട് ഹെൽമെറ്റ് ഗോപ്രോ മൗണ്ട് തന്നെയാണ്, ഗോപ്രോന്റെ മൗണ്ടിന്റെ ഇഞ്ചുറി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചത്. ഏകദേശം 2013 സംഭവിച്ച ആക്സിഡന്റ് ആണ്. ഇതുവരെയായിട്ടും അദ്ദേഹം കോമയിൽ നിന്നും എണീറ്റിട്ടില്ല. അപ്പൊ അവര് പറയുന്ന ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈക്കിൾ ഷൂമേക്കറിന്റെ എക്സാമ്പിൾ ആണ്. മൈക്കിൾ ഷൂമേക്കറിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ അദ്ദേഹം ആ ഒരു സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വീഴ്ചയാണ്. അപ്പൊ അധികം സ്പീഡില്ലാണ്ടാണ് വീണത്. ആ സ്പീഡില്ലാണ്ട് വീണിട്ട് പോലും ഇത്രയും വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ഒരു ആക്സിഡന്റ് സംഭവിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നതും ഗോപ്രോന്റെ മൗണ്ടാണ്. ഇപ്പൊ ഇതിൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സയന്റിഫിക്കലി തന്നെ തെളിയിക്കേണ്ടി വരും. ഒരു ഗോപ്രോ മൗണ്ട് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ക്രാഷ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന പോലെ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എത്രത്തോളം ഈ ഒരു ഇമ്പാക്ട് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അദ്ദേഹം യൂസ് ചെയ്യുന്നത് സ്കൈയിങ്ങിന് അല്ലെങ്കിൽ ഐസ് സ്കൈയിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഹെൽമെറ്റ് ആണ്. അതിനും ചില ഡിഫറൻസ് ഒക്കെ ഉണ്ട് കമ്പയർ ടു നമ്മൾ റോഡിൽ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്. ഇനി ഹെൽമെറ്റ് ക്യാമറ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യാണ്, നമ്മൾക്ക് ഇങ്ങനെ ഓടിക്കാം അങ്ങനെ ഓടിക്കാം, ഇതൊക്കെ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓടിക്കണം അങ്ങനെയൊക്കെ ഓടിക്കണം എന്ന് ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കണം, ഭയങ്കര റാഷ് ആയിട്ടൊക്കെ ഓടിക്കണം എന്ന് ആഗ്രഹമുള്ളവര് നമുക്ക് ഈ നെഗറ്റീവായിട്ട് ആക്ഷൻ ക്യാമറ യൂസ് ചെയ്ത ആളുകൾ തന്നെയാണ്. നമുക്കറിയാലോ പല ക്ലോസ് കോൾ വീഡിയോസും, പോലീസിനെ കളിയാക്കുന്ന വീഡിയോസ്, പോലീസിനെ ചെക്കിങ്ങില് ഓവർടേക്ക് ചെയ്ത് പോയിട്ട് കൈ കൊണ്ട് പല ആക്ഷനും കാണിക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ തന്നെയാണ് പോലീസിനെ പ്രൊവോക്ക് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് മറ്റു പല കാരണങ്ങളുണ്ട്, എന്നിരുന്നാലും പോലീസിനെ അവഹേളിക്കുക അല്ലെങ്കിൽ അവരെ നാണം കെടുത്തുക എന്നുള്ള രീതിയിൽ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. ഇനി MVD പറഞ്ഞ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അറാൾ ഡേറ്റ് അതുപോലുള്ള ഗംസ് യൂസ് ചെയ്യുക, ഡ്രിൽ ചെയ്യുക, ഹെൽമെറ്റ് ഡ്രിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗോപ്രോ മൗണ്ടിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ കുറെ നാളായിട്ട് ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും ആദ്യമൊക്കെ ഹെൽമെറ്റിലെ ഫ്രണ്ട് മൗണ്ടിങ്ങിൽ അതിന് പറ്റുന്ന ഒരു മൗണ്ട് ഉണ്ടായിരുന്നില്ല ആ കറക്റ്റ് ഹെൽമെറ്റിനനുസരിച്ച്. ബിക്കോസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെൽമെറ്റ്, ഓരോ ഹെൽമെറ്റിനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷേപ്പ് ആയിരിക്കും. ആ ഒരു മൗണ്ടിങ് മാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ഡിഫറെന്റ് ടൈപ്പ്
ടൈപ്പ് ഓഫ് രീതിയിൽ ഒരു മൗണ്ടിങ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിലൊരു ടൈപ്പ് ഓഫ് ഫിക്സിംഗ് ആണ് ഹെൽമെറ്റ് ഡ്രിൽ ചെയ്യുന്നതും ഗം ഇട്ട് ഫിക്സ് ചെയ്യുന്നതും. ഞാനിത് രണ്ടും കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന പലരും ഇതുപോലെ ഗമ്മും ഡ്രില്ലൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഡ്രിൽ ചെയ്യുന്നതിന് ഞാൻ അന്നേ എതിരായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഹെൽമെറ്റിന്റെ സ്ട്രക്ചർ നശിച്ചു പോകാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഡ്രിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പോലീസ് പറയുന്നത് കറക്റ്റ് ആണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഹെൽമെറ്റ് നേരെ പോയിട്ട് ഹിറ്റ് ചെയ്തു, ആ ഇരിക്കുന്ന സ്ക്രൂ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ അടിച്ചു കയറുന്നത്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എത്ര പേര് ചെയ്തു എന്നുള്ളതിലല്ല, കുറച്ചു പേരെങ്കിലും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കാര്യം, റോഡിൽ ചെയ്യുന്ന സ്റ്റണ്ട്, ഗോപ്രോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ സ്റ്റണ്ട് റെക്കോർഡ് ചെയ്യുന്നു, അത് നേരെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇനി ടോട്ടലി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ MVD പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ 90% കറക്റ്റ് ആണ്. കുറച്ചു പേര് ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഗോപ്രോ എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഓൾ ഓവർ കേരള ബാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. മോഡിഫിക്കേഷന് ബാൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ ബൈക്ക് ഓടിക്കുന്ന സമയങ്ങളിൽ കുറച്ചു നാൾ മുൻപ്, ഒരു 5-10 വർഷം മുൻപ് അധികം ബൈക്കൊന്നും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ റൈഡ് ഓടിക്കുന്ന ആളുകളൊന്നും അധികം പേരില്ല. അപ്പൊ ഞാനൊക്കെ ജാക്കറ്റ് ഒക്കെ ഇട്ട് പോകുമ്പോൾ കളിയാക്കുന്നവർ വരെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വണ്ടികളിൽ നിന്നും ഇപ്പോൾ ആളുകൾ വണ്ടി യൂസ് ചെയ്യുന്നത് അതിന്റെ ഇരട്ടി എന്ന് പറയാം. ഞാൻ എക്സോസ്റ്റ് മാറ്റി വെച്ച് ഓടിച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് അതുപോലുള്ള കസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിച്ചിരുന്നു. അപ്പോൾ അന്ന് പോലീസിന് അതൊരു ശല്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരിക്കില്ല. പിന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള വലിയൊരു കസ്റ്റം കമ്പനി ഉണ്ട്, ഈ ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസ് ഒക്കെ സെയിൽ ചെയ്യുന്ന കമ്പനി. അവിടെ നിന്നും ബുള്ളറ്റുകൾ ഒരേ ഷേപ്പിൽ കസ്റ്റം ചെയ്ത് കൊണ്ടുവന്ന് തുടങ്ങി. ഹെഡ്ലൈറ്റ് ഗ്രില്ല്, ഇൻഡിക്കേറ്റർ ഗ്രില്ല്, പിന്നെ ഒരു പഞ്ചാബി, ലോങ് പഞ്ചാബി, ഷോർട്ട് പഞ്ചാബി, എക്സോസ്റ്റുകൾ, അങ്ങനെ വെറുപ്പിക്കലിന്റെ അങ്ങേ അറ്റത്തേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടീസും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി എന്ന് പറയുമ്പോൾ പോലീസിന് അത്ര അധികം ശല്യമായി മാറിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ നോർമലി ഒരു വീട്ടുകാർക്കാണെങ്കിൽ പോലും ശല്യമാവുന്ന രീതിയിലുള്ള എക്സോസ്റ്റ് സൗണ്ട് ഒക്കെയാണ് ഈ ലോങ് പഞ്ചാബി, ഷോർട്ട് പഞ്ചാബി എന്ന് പറയുന്ന വില കുറഞ്ഞ എക്സോസ്റ്റ്, 1500-2000 കിട്ടുന്ന എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയധികം എക്സോസ്റ്റുകൾ വന്നു, ഇത്രയധികം വണ്ടികൾ വന്നു, മൊത്തത്തിൽ ശല്യമായി. അങ്ങനെ ശല്യമായിട്ടാണ് ആ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി മാറി തുടങ്ങിയത്. നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ തന്നെയാണ് അന്ന് അത്രയധികം പൊല്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, സൗണ്ട് പൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു റൂൾ ആയിട്ട് വന്നു. അത് ചെയ്താൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ പോലീസ് അത്രയധികം കെയർ കൊടുത്തു തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഒരു മൈന്യൂട്ടായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അധികം ആളുകളൊന്നും ശല്യപ്പെടുത്താത്ത രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. എത്ര അധികം വണ്ടി ഉണ്ടെങ്കിൽ പോലും എക്സോസ്റ്റ് ഒന്നും അത്രയധികം ഒരു ഓവറായിട്ട് എക്സോസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്തായാലും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് മോഡിഫിക്കേഷനും വലിയൊരു പ്രശ്നമായി മാറിയത്. ഇപ്പോൾ ആക്ഷൻ ക്യാമറാസും വലിയൊരു പ്രശ്നമായി മാറി. മിസ്യൂസിങ്, നമ്മൾ എത്രത്തോളം മിസ്യൂസ് ചെയ്യുന്നു, ഒരു കാര്യം എത്രത്തോളം മിസ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് പുതിയ നിയമങ്ങളാണ് കേരളത്തിൽ വരുന്നത്. ഇനി എന്തൊക്കെ നിയമങ്ങൾ വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി 10% ഞാൻ പറഞ്ഞു പോലീസ് പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യം. അത് എന്ന് പറയുന്നത് കുറച്ചു പേര് ചെയ്ത ഒരു കാര്യങ്ങൾ കൊണ്ട് ഇതുപോലുള്ള നിയമം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. പോലീസിന് ഇവരെ പിടിക്കാനായിട്ട് ഈസിയാണ്, കാരണം ഇവരെല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് പോയി പിടിച്ച് അവർക്ക് മാത്രം ബാൻ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു എക്സാമ്പിൾ വേറെ പറയാം. തോക്ക് എന്ന് പറയുന്ന സാധനം വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ചിലർക്കൊക്കെ ലൈസൻസ് എടുത്ത് തോക്ക് യൂസ് ചെയ്യാറ്. അതുപോലെ ലൈസൻസെങ്കിലും വെച്ച് ഗോപ്രോ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുക. അപ്പോൾ എന്തായാലും പോലീസ് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ പറഞ്ഞ ആളുകളെ മാത്രം പോലീസിന് ചെക്ക് ചെയ്താൽ മതിയല്ലോ. ബാക്കി ആര് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോക്കലി റൈഡേഴ്സ് കമ്മ്യൂണിറ്റി തന്നെ ഇതൊരു ഇതിനെതിരെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഡ്രോണിന് നമുക്കറിയാം, ഡ്രോണിന് ലൈസൻസ് ഉണ്ട്. അതുപോലുള്ള ഒരു ലൈസൻസ് ആക്ഷൻ ക്യാമറയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. മൊത്തമായി കേരളത്തിൽ ബാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആക്ഷൻ ക്യാമറാസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.